അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുനൂസ് വിങ്സ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫേസ് പാക്ക് ആണ്. സിമ്പിളായിട്ടുള്ള ഫേസ് പാക്ക് ആണ്. അതിൽ ആദ്യം വേണ്ടത് അലോവേര ജെല്ല്, പിന്നെ കോഫി പൗഡറും വേണം. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഹോം മെയ്ഡ് അലോവേര ജെല്ല്, അത് ഞാനൊരു 1.5 ടീസ്പൂൺ ഇതിലേക്ക് ഇടുകയാണ്. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഒരാഴ്ച വരെ കേടാവാതെ നിൽക്കും. നമ്മുടെ ഫേസിന് നമുക്ക് നല്ല ഗ്ലോ കിട്ടാനും നമുക്കൊന്ന് സ്ക്രബിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ഒന്നരാടമൊക്കെ ഇത് യൂസ് ചെയ്യാം. നല്ലൊരു ഫേസ് പാക്കാണ്. ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കളഞ്ഞാൽ മതി. നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ എളുപ്പമാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി, നമുക്ക് ഒരാഴ്ച വരെ കേടാവാതെ നിൽക്കും. ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇത് ഒരിക്കൽ ഉണ്ടാക്കി വെച്ചാൽ മതി, നമുക്ക് ഒരാഴ്ച വരെ കേടാവാതെ ഉപയോഗിക്കാം. കോഫി പൗഡറും അലോവേരയും ജെല്ലൊക്കെ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. നമ്മൾ പുറത്ത് പോയി വന്നുള്ള കരിവാളിപ്പൊക്കെ മാറാനും കോഫി പൗഡർ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നൊരു ഹെയർ പാക്കാണ്. നമ്മുടെ ഹെയർ നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് സ്ട്രെയിറ്റൈൻ ചെയ്യണത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പാക്കാണ് ഇത്. ആദ്യം തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കണ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ തൈര് ഈ തുണിയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ തൈരിലുള്ള വെള്ളമൊക്കെ നമുക്ക് ആദ്യം കളയണം. അതിന് ശേഷം വേണം നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ആവശ്യമുള്ള തൈര് ഈ തുണിയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ മിൽമൻ്റെ കേട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഈ തുണി ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് വെള്ളം കണ്ടില്ലേ, ഈ ഇത്രയും വെള്ളം നമ്മളത് ഇതേപോലെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇതേപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ആ വെള്ളമൊക്കെ നമ്മൾ ഇതേപോലെ ഒഴിച്ച് കളയുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ വയ്ക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മുടെ മേലെയുള്ള കേട് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചെറിയൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഉണ്ടാവും. ഈ മിക്സിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ ഇതേപോലെ പതയായിട്ട് നന്നായി കിട്ടും. അത് നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കാം. വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഫോർക്ക് വെച്ചെടുത്താൽ നല്ല പതയായിട്ട് കിട്ടും. ഇത് നമുക്കിതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹെയർ സ്ട്രെയിറ്റൈൻ ചെയ്യാൻ വീട്ടിലുണ്ടാക്കുന്ന അടിപൊളി പാക്കാണത്. ഇതൊരു 3 വട്ടം 4 വട്ടമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. ആദ്യം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോകും. ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് 3-4 വട്ടം കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ. അത് ഞാനൊരു കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. ഇത് ചേർത്തി കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലൊക്കെ നമുക്ക് തേക്കുമ്പോൾ മുടി വളരാനും ഇത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അതും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. ഫ്രഷ് ആയിട്ടുള്ള അലോവേര ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഏതൊരു അലോവേര ജെല്ലാണെങ്കിലും ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. സാധാരണ ഉള്ള നമ്മുടെ തൈര് കൊണ്ട് നമുക്ക് ഇതേപോലെയുള്ള പാക്ക് നല്ല കട്ടിയായിട്ട് പേസ്റ്റായിട്ട് എടുക്കാം. അതിന് ഞാൻ പറഞ്ഞ പോലെ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ കൊണ്ടോ തൈര് നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലുള്ള നല്ല പേസ്റ്റായിട്ടുള്ള നല്ലൊരു സ്ട്രെയിറ്റനിങ് ഹെയർ പാക്ക് നമുക്ക് കിട്ടും. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ തേക്കേണ്ടതെന്ന് വെച്ചാൽ മുടി നല്ല ചീവി വൃത്തിയാക്കി വെച്ചതിന് ശേഷം സ്കാൽപ്പ് തൊട്ട് നമ്മുടെ മുടി വരെ എൻഡ് വരെ കുറച്ച് മുടി എടുത്തിട്ട് സ്കാൽപ്പ് തൊട്ട് മുടിൻ്റെ എൻഡ് വരെ നമുക്ക് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മുടി കെട്ടി വെക്കേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇടണം. അപ്പോഴേ നമുക്ക് മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അരമണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്യാം. ഷാമ്പു വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.